വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കോഴിക്കോട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളിയായ ലക്ഷ്മിയുടെ കൈകാലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സരീഷ് പി കെ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, വലിയ തരത്തിൽ ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണോ? എന്താണ് ഇത് സംബന്ധിച്ച് ഇവരുടെ പരിക്കിനെ സംബന്ധിച്ചുള്ള വിശദാംശം? ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. തൊഴിലുറപ്പ് തൊഴിൽ കഴിഞ്ഞ് ലക്ഷ്മി വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഏതാണ്ട് വീട്ടിലെത്താൻ മീറ്ററുകൾ മാത്രം ശേഷിയാണ് ഒരു മതിലിന് പുറകിൽ നിന്നും കാട്ടുപന്നി ഇങ്ങോട്ടേക്ക് എത്തുന്നത്, റോഡിലേക്ക് എത്തുന്നത്. തൊട്ടു പിന്നാലെ എത്തിയ പന്നി ആദ്യം ലക്ഷ്മിയുടെ കാലിനാണ് കുത്തേൽക്കുന്നത്. അത് ഉടൻ തന്നെ ലക്ഷ്മി റോഡിലേക്ക് വീഴുന്നു. പിന്നീട് ഈ കാട്ടുപന്നിയെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തിയത്. അതിനിടയിലാണ് കൈക്ക് പരിക്കേറ്റത്. വീണ ലക്ഷ്മിയെ പിന്നീട് ഒരു 3-4 തവണ വയറ്റിൽ ഈ കാട്ടുപന്നി കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ ചില ആളുകൾ, ഈ തൊഴിലുറപ്പ് കഴിഞ്ഞ് തന്നെ ചില ആളുകൾ വരികയും ശബ്ദം കേട്ട് കാട്ടുപന്നി ഓടി മാറുകയുമായിരുന്നു. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റി. കൈക്കും കാലിനും ഗുരുതരമായി പൊട്ടലുണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം വയറിന് വലിയ വേദന അനുഭവപ്പെടുന്നതായി ലക്ഷ്മി പറയുന്നുണ്ട്. അതിനാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും മറ്റ് ചികിത്സകൾ പരിശോധിക്കുകയുമാണ്, ചികിത്സയ്ക്കായുള്ള പരിശോധന നടത്തുകയുമാണ്. ഇന്നലെയും കൂട്ടത്തോടെ ഈ മേഖലകളിൽ കാട്ടുപന്നി ഇറങ്ങിയിരുന്നു. ഇതേ പ്രദേശത്ത് തന്നെ കാട്ടുപന്നി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇന്നലെ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ, അതായത് ഈ സംഭവം നടന്നിട്ട് പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പരിസരവാസികൾ അതോടൊപ്പം തന്നെ ഈ ലക്ഷ്മിയുടെ മകൻ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും പ്രദേശത്ത് ജാഗ്രത വേണം, അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ശരി സരീഷ്.